ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ NSS ഭരണസമിതിയും കരയോഗത്തെയും തള്ളി ക്ഷേത്രോടമകളായ ചാഴൂർ കോവിലകം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നതായി വ്യക്തമായെന്നും NSSന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും കോവിലകം കുടുംബാംഗം സതീഷ് വർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ കാലം മുതൽ തന്നെ കാരുകുളങ്ങരയിൽ എല്ലാ സമുദായങ്ങൾക്കും പ്രവേശനമുണ്ടെന്നും കോവിലകത്തിന് അതിൽ എതിർപ്പില്ലെന്നും സതീഷ് വർമ്മ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. 1975 ചാഴൂർ കോവിലകം NSS കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കരയോഗത്തിന് കൈമാറിയത്. മൂന്നാം തായ്വഴിയിലുള്ള കോവിലകത്തെ 10 അംഗങ്ങൾ ചേർന്ന് ഇരിങ്ങാലക്കുട രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വ്യവസ്ഥകൾ രേഖപ്പെടുത്തിയാണ് ക്ഷേത്രം വിട്ടു നൽകിയത്. ഭരണവുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകരുത്, ഓഡിറ്റിംഗ് റിപ്പോർട്ട് എല്ലാ വർഷവും കൈമാറണം, ക്ഷേത്ര സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യരുത്, പൂജാവിധികളിൽ മാറ്റം വരരുത് തുടങ്ങിയവയായിരുന്നു പ്രധാന വ്യവസ്ഥകൾ. എന്നാൽ 50 വർഷത്തിനിപ്പുറം NSS ഭരണസമിതി ഇവയൊന്നും പാലിച്ചിട്ടില്ലെന്നാണ് ചാഴൂർ കോവിലകം അംഗങ്ങൾ പറയുന്നത്. അടുത്ത കാലത്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ NSS നടത്തിക്കൊണ്ടിരിക്കുന്നത് തോന്നിവാസമാണ്. അതായത് അഴിമതിയും അതിൻ്റെ ബാക്കിയുള്ള അനുബന്ധമായുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ കമ്മിറ്റി എന്നുള്ള രീതിയിൽ താൽക്കാലികമായിട്ട് നോമിനേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു 5-8 മാസം നല്ല രീതിയിൽ ആ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോന്നു. ബാക്കി NSS ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന അഴിമതി എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ് നമ്മൾ. ഇപ്പം NSS തന്നെ അത് നടത്തണമെന്ന് നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നമ്മൾ നിയോഗിക്കുന്ന ഒരു കമ്മിറ്റി നടത്തിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂന്നാം താഴേക്ക് NSSന് അത് കൈമാറാനുള്ള യാതൊരു അധികാരവും ഇല്ല. അത് കോവിലക അംഗങ്ങൾ ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും അവകാശമുള്ളതാണ് ആ അമ്പലം. കാരുകുളങ്ങര കരയോഗത്തിന്റെയോ ഭരണസമിതിയുടെയോ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് കോവിലകം കുടുംബാംഗങ്ങൾ പറയുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന കാലം മുതൽ ജാതിവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ഭക്തർക്കും പ്രവേശനമുണ്ടെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായ ജാതി വിവേചനം അവസാനിപ്പിക്കണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെടുന്നു. അവർക്ക് മാത്രം ഒരു പ്രത്യേക വൈകാരികമായുള്ള സമീപനം, അത് അവരുടെ അമ്പലമല്ല, അത് കോവിലക ക്ഷേത്രമാണ്. നടത്തിപ്പ് അവകാശം കൊടുത്തു, അവർ ഭംഗിയായിട്ട് നടത്തുന്നുണ്ടെങ്കിലും ഓക്കെ, നടത്തുന്നില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമായി. അപ്പോൾ ആ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൽ ഇടപെട്ടത്. വിവേചനങ്ങൾ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരാണ് കാണിക്കുന്നത്. ജാതി അധിക്ഷേപവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും എവിടെയും നടപ്പിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് തോന്നിവാസമാണ് അവിടെ നടക്കുന്നത്. അതിന് ഒരു അറുതി വരുത്തണം. ചാഴൂർ കോവിലകം അംഗങ്ങൾ പറയുന്ന എഗ്രിമെന്റ് പ്രകാരമുള്ള കാര്യങ്ങളിൽ മുടക്കം വന്നിട്ടുണ്ടെന്നും ക്ഷേത്രം കയ്യേറാൻ നീക്കങ്ങൾ നടത്തിയെന്നും മുൻ ഭരണസമിതി അംഗങ്ങളും സമ്മതിക്കുന്നു. NSSന് കൊടുത്തിട്ടുള്ള സത്യമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിലുണ്ട്. ഏത് സമയത്തും അമ്പലത്തിൻ്റെ നടത്തിപ്പ് അവകാശത്തിൽ ബുദ്ധിമുട്ടുകളും അമ്പലത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഇവരെ അറിയിക്കാതെ എടുക്കാനുള്ള അവകാശം ഉണ്ടെന്നുള്ളത് ഞങ്ങളതിൽ വ്യക്തമായിട്ട് വായിച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ കണക്ക് കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിക്കാൻ വർഷങ്ങളോളം ആയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തരം വർഷമായി 75 എഴുതിയ എഗ്രിമെന്റ് പ്രകാരം 2025 ആയിട്ടും ഇതുവരെയും ഒരു കണക്ക് അവർക്ക് കൊടുത്തിട്ടില്ല. പുതിയ കമ്മിറ്റിക്ക് കൊടുക്കാനായിട്ട് അധികാരപ്പെടുത്തിയ കമ്മിറ്റിയിൽ പെട്ട അംഗങ്ങളായിരുന്നു ഞങ്ങൾ 8 പേര്. 8 പേരെ ഞങ്ങളെ ചവിട്ടി പുറത്താക്കാൻ കാര്യം ഇവർ NSSന്റെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഞങ്ങളെ ഇത് മുഴുവൻ കാണിച്ച് വച്ചേക്കണം ഇവിടെ മുഴുവൻ. പക്ഷേ നാട്ടുകാരെ ലോകം മുഴുവൻ നടന്ന് പിരിച്ചിട്ട് ഇവർ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അങ്ങനെ പിന്നെ നാട്ടുകാരുടെ കാശ് മേടിക്കരുത് ഇവർ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പരാതികളിലും കഴമ്പില്ലെന്നാണ് നിലവിലെ ഭരണസമിതിയും NSS കരയോഗവും ആവർത്തിക്കുന്നത്. ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെന്നും ഇവ അംഗീകരിക്കാനാവില്ലെന്നുമുള്ള ക്ഷേത്ര ഉടമകളുടെ നിലപാട് നിലവിലെ ഭരണസമിതിക്ക് വലിയ തിരിച്ചടിയാണ്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.